എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ ആരംഭിക്കുവാൻ ഇനി ജസ്റ്റ് 1 ഡേ ഓൺലി, ഒരൊറ്റ ദിവസം മാത്രം. ഓൾറെഡി +1 മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ 16 ചാപ്റ്റേഴ്സും നിങ്ങൾ പഠിച്ച് പൂർത്തീകരിച്ചു എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. സോ ഇനിയുള്ള സമയം നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനുള്ളതാണ്. ഈ 16 ചാപ്റ്റേഴ്സും പെട്ടെന്ന് എങ്ങനെ റിവൈസ് ചെയ്യാം, അതിനുവേണ്ടി മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ഫോർമുലാസ് എന്താണ്, കീ പോയിന്റ്സ് എന്തൊക്കെയാണ്, എക്സാമിനേഷന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. തീർച്ചയായും ഓൾറെഡി നമ്മൾ 16 ചാപ്റ്ററിന്റെയും ഫോക്കസ് ഏരിയ റിവിഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് നൽകി കഴിഞ്ഞു. അത് പഠിച്ച് പൂർത്തീകരിച്ചവർക്ക് യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല. എങ്കിലും ജസ്റ്റ് ആ ഫോർമുലാസും ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സും ഒന്ന് പെട്ടെന്ന് ഓർമ്മയിൽ വരുവാൻ ഈ ഒരു ക്ലാസ് കാണുന്നത് സഹായിക്കും. അതുപോലെ കാര്യമായിട്ടൊന്നും പഠിക്കാത്ത കുട്ടികൾക്കും എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ പഠിക്കണം, ഓരോ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ് ഫോർമുലാസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനും ഈ വീഡിയോ സഹായകരമാകും. തീർച്ചയായും എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഓൾറെഡി ഞാൻ ഫോം ചെയ്തിട്ടുണ്ട്. ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അടിയന്തരമായി അതിൽ ജോയിൻ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഡിസ്കഷൻസ് നമുക്ക് അവിടെ നടത്താവുന്നതാണ്. ആ സ്റ്റുഡൻസ് ഗ്രൂപ്പിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. സോ സമയം വേസ്റ്റ് ആക്കുന്നില്ല, നമ്മൾ ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലാസും അതിലെ ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സും അതുപോലെ ആ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ഒന്ന് ഓടിച്ച് ഡിസ്കസ് ചെയ്യുന്നു. സോ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ് എന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സ്. ഫസ്റ്റ് വൺ, ഇഫ് എ സെറ്റ് ഹാസ് n elements then total number of subsets is 2 raised to n. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ്. ഇഫ് എ സെറ്റ് ഹാസ് 6 elements then total number of subset 2 raised to 6, that is 64. എക്സാമിനേഷന് പ്രതീക്ഷിക്കാം. സെക്കൻഡ് വൺ, if a subset of b then a union b equal to b. യൂണിയൻ വരുമ്പോൾ വലിയ സെറ്റ് എഴുതുക. ആൻഡ് a intersection b equal to a. ഇന്റർസെക്ഷൻ വരുമ്പോൾ ചെറിയ സെറ്റ് എഴുതുക. പലപ്പോഴും എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, two sets a and b are disjoint then a intersection b equal to dash, that is null set. എ എന്ന സെറ്റിനും ബി എന്ന സെറ്റിനും കോമൺ ആയിട്ട് എലമെന്റ്സ് ഇല്ല എങ്കിൽ such sets are called disjoint sets. നെക്സ്റ്റ് വൺ, ഡി മോർഗൻസ് ലോ. ഇതിന്റെ വെരിഫിക്കേഷൻ ആണ് എക്സാമിനേഷന് ചോദിക്കുന്നത്. എങ്കിലും ആ റിസൾട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, പല സ്ഥലത്ത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇവിടെ യൂണിയൻ ഇവിടെ വരുമ്പോൾ ഇന്റർസെക്ഷൻ ആവും. നെക്സ്റ്റ് വൺ, എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇതിനെയാണ് ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത്. ഇതിന്റെ വെരിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷുവർ ആയിട്ട് എക്സാമിനേഷന് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു റിസൾട്ട്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് എ യൂണിയൻ ബി, n ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു n ഓഫ് എ പ്ലസ് n ഓഫ് ബി മൈനസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇവിടെ യൂണിയൻ വന്നാൽ ഇവിടെ ഇന്റർസെക്ഷൻ വരും, ഇവിടെ ഇന്റർസെക്ഷൻ വന്നാൽ ഇവിടെ എന്ത് വരും? യൂണിയൻ. അതാണ് നെക്സ്റ്റ് ഫോർമുല. n ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു n ഓഫ് എ പ്ലസ് n ഓഫ് ബി മൈനസ് n ഓഫ് എ യൂണിയൻ ബി. രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലാസ്. നെക്സ്റ്റ് വൺ, മോഡൽ എക്സാമിനേഷൻ ചോദിച്ചു ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം. n ഓഫ് എ മൈനസ് ബി, എ മൈനസ് ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് എ മൈനസ് ബി ഈക്വൽ ടു n ഓഫ് എ, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് എ മൈനസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. n ഓഫ് എ കോംപ്ലിമെന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു n ഓഫ് യു. യു മീൻസ് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം മൈനസ് n ഓഫ് എ. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. നെക്സ്റ്റ് നയൻത്ത് വണ്ണും എക്സാമിനേഷന് വലിയ സാധ്യതയില്ല, എങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എ യൂണിയൻ എ കോംപ്ലിമെന്റ് ദാറ്റ് ഈസ് യൂണിവേഴ്സൽ സെറ്റ് യു. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്, എക്കും എ കോംപ്ലിമെന്റിനും കോമൺ ആയിട്ട് എലമെന്റ്സ് ഒന്നും കാണത്തില്ല, ദാറ്റ് ഈസ് നൾ സെറ്റ്. യു ഇന്റർസെക്ഷൻ എ, ഇന്റർസെക്ഷൻ വരുമ്പോൾ ചെറിയ സെറ്റ് ദാറ്റ് ഈസ് എ. യു മീൻസ് യൂണിവേഴ്സൽ സെറ്റ്. യു യൂണിയൻ എ, യൂണിയൻ വരുമ്പോൾ എപ്പോഴും വലിയ സെറ്റ് ദാറ്റ് ഈസ് യു, ദാറ്റ് ഈസ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. ഇത് പണ്ട് വൺ വേർഡിനൊക്കെ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇതിന് സാധ്യതയില്ല. നെക്സ്റ്റ് 10th വൺ, ഞാൻ ഈ ടിക്ക് ഇട്ടിട്ടുള്ളത് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത ചില റിസൾട്ടുകളാണ്, എന്നാൽ ഇമ്പോർട്ടൻറ്റുമാണ്.
If a set has n elements, then total number of subset 2 raised to n. Then number of elements in the power set, that is also 2 raised to n. ഒരു സെറ്റിനകത്ത് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ പവർ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണവും എന്ത് തന്നെയാണ് 2 റൈസ് ടു n. പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സബ്സെറ്റുകളും എടുത്തെഴുതുമ്പോൾ കിട്ടുന്ന സെറ്റ്. സോ പവർ സെറ്റിന്റെ എണ്ണം എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്, ദറ്റ് ഈസ് 2 റൈസ് ടു n. സോ ഇത്രയുമാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട റിസൾട്ട്. സെറ്റ് എന്ന ചാപ്റ്ററിന് 10 മാർക്കിനാണ് ചോദിക്കുന്നത്. സോ എല്ലാ ഫോർമുലാസും മസ്റ്റായിട്ട് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 2, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ടിക്കിട്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞു നോൺ ഫോക്കസ് ഏരിയ ആണ്, എങ്കിലും അറിഞ്ഞിരുന്നാൽ കൊള്ളാം, അത്രമാത്രം. ഇഫ് ഓർഡേർഡ് പെയർ എ ബി ഈക്വൽ ടു ഓർഡേർഡ് പെയർ സി ഡി, if ordered pair a comma b equal to ordered pair c comma d, then a equal to c and b equal to d. രണ്ട് ഓർഡേർഡ് പെയർ ഈക്വൽ ആണെങ്കിൽ എക്സ് കോർഡിനേറ്റും എക്സ് കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും, y കോർഡിനേറ്റും y കോർഡിനേറ്റും ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഇഫ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് എ, ദറ്റ് ഈസ് p, നെക്സ്റ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് b ഈക്വൽ ടു q, then n of a cross b, a cross b യിലെ എലമെന്റ്സിന്റെ എണ്ണം, that is n of a into n of b, that is pq എന്ന് കിട്ടും. a എന്ന സെറ്റിൽ 3 എലമെന്റ്, b എന്ന സെറ്റിൽ 2 എലമെന്റ്സ് എങ്കിൽ a cross b യിൽ 6 എലമെന്റ്സ്. അത് ഫോക്കസ് ഏരിയയിൽ ഉള്ളതല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് വൺ, ഇമ്പോർട്ടന്റ് വൺ, ഇഫ് n of a p, n of b q, then total number of relations from a to b, that is 2 raised to pq. A എന്ന സെറ്റിൽ 3 elements, B എന്ന സെറ്റിൽ 2 elements, then total number of relation from A to B എന്തായിരിക്കും? 2 raised to 6, that is again 64 എന്ന് എഴുതാം. നെക്സ്റ്റ് ഫോക്കസ് ഏരിയയിലുള്ളതല്ല, അറിഞ്ഞിരുന്നാൽ കൊള്ളാം, അത്രമാത്രം. If n of a p, n of b q, then total number of functions from A to B, that is q raised to p. സെക്കൻഡ് സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം raised to ഫസ്റ്റ് സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം q raised to p. n of a 3, n of b 2 എങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി എന്തായിരിക്കും? 2 റൈസ് ടു 3. ഓക്കെ, അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയല്ല. ആ തേർഡ് റിസൾട്ടാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വൺ. നെക്സ്റ്റ്, ഡിഫൈൻ സിഗ്നം ഫംഗ്ഷൻ, ഫൈൻഡ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ചോദിക്കാം. സിഗ്നം ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്താണ്? -1 when x less than 0, 0 when x equal to 0, 1 when x equal to 1. ഇതിന്റെ ഡൊമൈൻ ക്യാപിറ്റൽ ആ, റേഞ്ച് ഈ 3 വാല്യൂസേ ഉള്ളൂ. അത് സെറ്റിനകത്ത് എഴുതുക, -1, 0, 1. നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, മോഡുലസ് ഫംഗ്ഷൻ f of x equal to mod x, that is equal to x when x greater than or equal to 0, minus x when x less than 0. ഇവന്റെ ഡൊമൈൻ ക്യാപിറ്റൽ ആ, റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ 0, ഇൻഫിനിറ്റി അല്ലെ, 0 മുതൽ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്, അതാണ് റേഞ്ച് ഓഫ് മോഡുലസ് ഫംഗ്ഷൻ. ഇത് മോഡ് എക്സ്, ചിലപ്പോൾ എക്സാമിനേഷന് മോഡ് എക്സ് +1 അതിൻ്റെ ഡൊമൈനും റേഞ്ചും എഴുതാൻ ചോദിക്കും. ഡൊമൈൻ ആറ് തന്നെയാണ്. മോഡ് എക്സ് +1 അതിൻ്റെ റേഞ്ച് എന്തായിരിക്കും? ക്ലോസ്ഡ് ഇന്റർവൽ 1, ഇൻഫിനിറ്റി. അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാനും ചോദിക്കാൻ സാധ്യതയുണ്ട്. മോഡൽ എക്സാമിനേഷൻ ചോദിച്ചു, അതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ റിസൾട്ടായിട്ട് കാണാതെ പഠിക്കാൻ ഒത്തിരി ഒന്നുമില്ല. ആ തേർഡ് വൺ, ഫിഫ്ത്ത് വൺ, സിക്സ്ത് വൺ, ഇത്രയും മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. പ്രാധാന്യത്തോടു കൂടി അറിഞ്ഞിരിക്കേണ്ടത്. ബാക്കിയൊക്കെ സമയമുണ്ടെങ്കിൽ പഠിക്കാം എന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ്, ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി ചെറിയ ചെറിയ ഫോർമുലാസ് ഉള്ള ഒരു ചാപ്റ്റർ. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തൽക്കാലം നിങ്ങൾ പഠിക്കുക. ഓൾറെഡി പഠിച്ചവർക്ക് നോ പ്രോബ്ലം, അല്ലാത്തവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയുന്നത് മാത്രം പഠിച്ചാലും മതി. ഫസ്റ്റ് വൺ പഠിക്കേണ്ട നോൺ ഫോക്കസ് ഏരിയ, ലെങ്ത് ഓഫ് ആൻ ആർക്ക്. ഒരു ആർക്കിൻ്റെ ലെങ്ത് കാണുന്ന ഫോർമുല L = R × തീറ്റ. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ്, തീറ്റ സെൻട്രൽ ആംഗിൾ. ഓക്കെ, അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ്, ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്. സ്റ്റാൻഡേർഡ് 3 ഐഡന്റിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് വൺ, sin² θ + cos² θ = 1. ഇതിൽ നിന്ന് sin² θ = എന്തെഴുതാം? 1 - cos² θ. cos² θ = 1 - sin² θ. അങ്ങനെ 2 ഫോർമുല കൂടെ കണ്ടെത്താം. തൽക്കാലം ഇത് അറിഞ്ഞിരുന്നാൽ മതി. ഇനി മസ്റ്റ് അല്ല, വേണമെങ്കിൽ പഠിച്ചില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റും അതുപോലെ തന്നെ sec² θ - tan² θ 1, cosec² θ - cot² θ 1. ഇത് രണ്ടും CC ഉണ്ടോ?
സി കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 അങ്ങനെയൊക്കെ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ മൂന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും പറ്റുമെങ്കിൽ പഠിക്കുക. നെക്സ്റ്റ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില സ്റ്റാൻഡേർഡ് വാല്യൂസ്. സൈൻ 30 ഡിഗ്രി 1/2, സൈൻ 30 1/2 ആണെങ്കിൽ കോസ് 60 ദാറ്റ് ഈസ് ആൾസോ 1/2. 30 + 60 90 അതാണ് സംഗതി കേട്ടോ. സൈൻ 30യും കോസ് 60യും 1/2. സൈൻ 60 √3/2 എങ്കിൽ കോസ് 30 എന്തായിരിക്കും √3/2. ആഡ് ചെയ്യുമ്പോൾ 90, രണ്ട് വാല്യൂ സെയിം ആയിരിക്കും. സൈൻ 45 കോസ് 45 രണ്ടും എന്ത് തന്നെയാണ് 1/√2 സ്റ്റാൻഡേർഡ് വാല്യൂ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. സൈൻ 90 ദാറ്റ് ഈസ് 1, കോസ് 90 ദാറ്റ് ഈസ് എന്താണ് 0. സൈൻ 90 ഡിഗ്രി സ്റ്റാൻഡേർഡ് വാല്യൂ 1, കോസ് 90 0, സൈൻ 0 0, കോസ് 0 എന്താണ് 1. ആ വാല്യൂസ് ഒക്കെ അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ടാൻ 30 ഡിഗ്രി മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക 1/√3. നമുക്ക് പോളാർ ഫോം എഴുതുമ്പോൾ ഈ വാല്യൂസ് ആവശ്യമാണ്. ടാൻ 30 1/√3, ടാൻ 60 √3, ടാൻ 45 1, ടാൻ 90 നോട്ട് ഡിഫൈൻഡ് ഇൻഫിനിറ്റി, ടാൻ 0 0. ഇതൊക്കെ നമ്മൾ ടേബിൾ വരച്ച് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. സ്റ്റാൻഡേർഡ് വാല്യൂസ് കാൽക്കുലേറ്റർ യൂസ് ചെയ്താലും ഇവയുടെയൊക്കെ വാല്യൂസ് കിട്ടും. അതുകൊണ്ട് പറ്റുമെങ്കിൽ പഠിക്കുന്നതാണ് നല്ലത്. ഇനി ഇൻ കേസ് പറ്റിയില്ല എങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്താലും മതി. ഓക്കെ, നെക്സ്റ്റ് മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു 4 റിസൾട്ട്. ഫസ്റ്റ് വൺ സൈൻ എ പ്ലസ് ബി, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ എ പ്ലസ് ബി എന്താണ് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. നെക്സ്റ്റ് സൈൻ എ മൈനസ് ബി, തൊട്ട് മേളത്തെ ഫോർമുല സെൻറ്ററിൽ മൈനസ് കൊടുത്താൽ മതി. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. നെക്സ്റ്റ് കോസ് എ പ്ലസ് ബി, കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. അടുത്ത് കോസ് എ മൈനസ് ബി, സെൻറ്ററിൽ പ്ലസ് ആക്കിയാൽ മതി. മൈനസ് പ്ലസ് സൈൻ ചേഞ്ച് ചെയ്യുന്നു അത്രമാത്രം. കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. നെക്സ്റ്റ് ടാൻ എ പ്ലസ് ബി, വ്യത്യസ്തമായ ഫോർമുല ടാൻ എ പ്ലസ് ടാൻ ബി ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ഇൻറ്റു ടാൻ ബി. നെക്സ്റ്റ് വൺ ടാൻ എ മൈനസ് ബി, ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. മസ്റ്റായിട്ട് ഇത്രയും ഫോർമുല പഠിക്കുക. ഇതിൽ 3 ഫോർമുല പഠിച്ചാൽ മതി. മറ്റേ 3 ജസ്റ്റ് സൈൻ മാറ്റിയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ചോദിക്കും. ഫൈൻഡ് വാല്യൂ ഓഫ് സൈൻ 75 ടാൻ 15. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ ഈ ഫോർമുലാസ് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് അനദർ 4 ഇമ്പോർട്ടൻറ്റ് ഫോർമുല. നമ്മളിത് ഷോർട്ട് കട്ടായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. എസ് പ്ലസ് എസ് 2SC, എസ് മൈനസ് എസ് 2CS, സി പ്ലസ് സി 2CC, സി മൈനസ് സി മൈനസ് 2SS. ആ സംഗതിയാണ് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, മസ്റ്റാണ്, യാതൊരു സംശയം വേണ്ട. മസ്റ്റായിട്ട് പഠിക്കുക. ഇത് റിവിഷൻ ക്ലാസ്സിൽ ഷോർട്ട് കട്ട് മെത്തേഡൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് ഇത് ബൈ ഹാർട്ട് ചെയ്യുക. സൈൻ എ പ്ലസ് സൈൻ ബി ടു സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2. ഇവിടെ ഫോർമുലയുടെ പ്രത്യേകത ആംഗിൾ എ ബി ദെൻ എ പ്ലസ് ബി ബൈ 2 ദെൻ എ മൈനസ് ബി ബൈ 2. അപ്പോൾ എസ് പ്ലസ് എസ് 2SC, എസ് മൈനസ് എസ് 2CS, സി പ്ലസ് സി, സി എന്ന് പറഞ്ഞാൽ കോസ്, എസ് എന്ന് പറഞ്ഞാൽ സൈൻ അറിയാലോ, സി പ്ലസ് സി 2CC. ആ ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് ഇത് പഠിക്കുക. റിവിഷൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഇത്രയും നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഫോർമുലാസ് ആണ്. അടുത്ത സമയം ഉണ്ടെങ്കിൽ പഠിക്കാനുള്ള ഫോർമുലയാണ് മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുലാസ്. അതിൽ നിന്ന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, മസ്റ്റല്ല, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഇതുവരെ പഠിക്കാത്ത കുട്ടികൾ ഇനി പഠിച്ച് കൺഫ്യൂഷൻ ആകേണ്ട ആവശ്യമില്ല. പഠിച്ചവർക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് ഓടിച്ച് വായിക്കാം. സൈൻ 2x 2 sin x cos x. മറ്റൊരു ഫോർമുലയുണ്ട് 2 tan x ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ഫസ്റ്റ് ഇയർ ആവശ്യമില്ല, സെക്കൻഡ് ഇയർ ആണ് ആവശ്യം ഈ സെക്കൻഡ് വൺ. ഇത് ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് കോസ് 2x കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഇതൊരു ഫോർമുല. മറ്റൊന്ന് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. മറ്റൊന്ന് 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. മറ്റൊന്ന് 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. പ്രശ്നമാണെങ്കിൽ വിട്ടേരെ, പറ്റുമെങ്കിൽ പഠിക്കുക. നെക്സ്റ്റ് ടാൻ 2x 2 ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. പ്ലസ് 1-ൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സൈൻ 3x 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ്. കോസ് 3x 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ്. ഇവ തമ്മിലുള്ള ആ ഒരു ഭംഗിയൊക്കെ മനസ്സിലാക്കി പഠിച്ചാൽ ഒരിക്കലും തെറ്റത്തില്ല. സൈൻ 3x 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ് ഫുൾ ഓഫ് സൈൻ. കോസ് 3x ഫുൾ ഓഫ് കോസ് 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ്.
Next, tan 3x. 3 tan x minus tan cube x by 1 minus 3 tan square x. നമുക്ക് ഫസ്റ്റ് ഇയർ എക്സാമിനേഷന് ഈ മൾട്ടിപ്പിൾ ആംഗിളിൽ ഈ ടാൻ 2x തൊട്ട് താഴോട്ടുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഈ സൈൻ 2xൻ്റെയും കോസ് 2xൻ്റെയും ആദ്യ രണ്ട് ഫോർമുലകൾ ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് പഠിക്കുക. മറ്റതൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ്, ഇത് ഫോക്കസ് ഏരിയയിലുള്ളതല്ല, പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം. 1 പൈ റേഡിയൻ അതിനെ ഡിഗ്രിയിലാക്കുമ്പോൾ 180 ഡിഗ്രി. പൈ റേഡിയൻ അത് ഡിഗ്രിയിൽ 180 ഡിഗ്രി. പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ 180 ബൈ 3 ദാറ്റ് ഈസ് 60 ഡിഗ്രി. പൈ ബൈ 2 180 by 2 90 degree. Pi by 4 180 by 4 45 degree. Pi by 6 that is 30 degree. അപ്പോൾ ഈ പൈയിൽ തന്നാൽ അതിനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ ഒരു വാല്യൂസ് അത് ഒന്ന് അറിഞ്ഞിരുന്നാൽ കൊള്ളാം. പല സ്ഥലത്തും നമുക്കത് യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇതാണ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫോർമുലാസ്. പക്ഷേ ഇതിൽ ചിലതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ്, ചാപ്റ്റർ നമ്പർ 4, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ. ഇതിനകത്ത് ഫോർമുല ആയിട്ടില്ല, ഒരൊറ്റ പ്രോബ്ലം. ഇൻഡക്ഷൻ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ ഷോ ദാറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കും. മോഡൽ എക്സാമിനേഷന് 2 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. പബ്ലിക് എക്സാമിനേഷനും അതുകൊണ്ട് 2 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. 7 മാർക്കാണ് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നത്. ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണോ പ്രൂവ് ചെയ്യാനുള്ളത് അത് P ഓഫ് n എന്ന് കൊടുക്കുക. ലെറ്റ് P ഓഫ് n ബി ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. എന്നിട്ട് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു 1. n ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. അടുത്ത് അസ്യൂം ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു k. n ഈക്വൽ ടു k എന്ന് പറയുന്ന ആർബിട്രറി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആർബിട്രറി നമ്പറിൽ ആ റിസൾട്ട് ട്രൂ എന്ന് അസ്യൂം ചെയ്യുക. ദെൻ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു k പ്ലസ് 1. അതിൻ്റെ തൊട്ടടുത്ത നമ്പറിൽ ആ റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്താൽ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഒന്നും അറിഞ്ഞുകൂടാ. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമെറ്റിക്കൽ ഇൻഡക്ഷനിൽ ഒരു സംഗതി അറിഞ്ഞുകൂടാ. 2 ക്വസ്റ്റ്യൻ ചോദിക്കും, ജസ്റ്റ് ഇങ്ങനെ എഴുതുക. ക്ലിയർലി ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു 1. അടുത്ത് അസ്യൂം ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു k. ക്ലിയർലി സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു k പ്ലസ് 1. ഹെൻസ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഇത്ര എഴുതിയാൽ 2 മാർക്ക് കിട്ടും. 2 ക്വസ്റ്റ്യൻ ആകുമ്പോൾ മൊത്തം എത്ര മാർക്കായി? 4 മാർക്കായി. ജയിക്കാൻ 18 മതി. അതിൽ 4 മാർക്ക് ഇപ്പോഴേ കിട്ടിക്കഴിഞ്ഞു. സംഗതി സിമ്പിളല്ലേ? ഇതിലും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്വപ്നങ്ങളിൽ മാത്രം. പക്ഷേ ഈ ചാപ്റ്ററിലെ 7 മാർക്കും സ്കോർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നെക്സ്റ്റ്, ചാപ്റ്റർ നമ്പർ 5, കോംപ്ലക്സ് നമ്പേഴ്സ്. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഫോം അതെന്താണ്? a പ്ലസ് ഐ ബി. ഇഫ് z ഈക്വൽ ടു a പ്ലസ് ഐ ബി ദെൻ ഇറ്റ്സ് റിയൽ പാർട്ട് ദറ്റ് ഈസ് a, ഇറ്റ്സ് ഇമാജിനറി പാർട്ട് ഐയുടെ കൂടെ ഇരിക്കുന്നത് ദറ്റ് ഈസ് b. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എങ്ങനെ എഴുതാം അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ്, ഇഫ് z ഈക്വൽ ടു a പ്ലസ് ഐ ബി ദെൻ കോൺജുഗേറ്റ് ഓഫ് z, ഈ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് ദറ്റ് ഈസ് a മൈനസ് ഐ ബി. ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് കോൺജുഗേറ്റ്. നെക്സ്റ്റ്, ഇഫ് z ഈക്വൽ ടു a പ്ലസ് ഐ ബി ദെൻ മോഡുലസ് ഓഫ് z ഈക്വൽ ടു റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. മോഡ് z ഈക്വൽ ടു റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഇത് രണ്ടും ഫോക്കസ് ഏരിയയിലുള്ളതല്ല, പക്ഷേ ഇത് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് മസ്റ്റായിട്ട് പഠിക്കുക. നെക്സ്റ്റ്, ഇഫ് z ഈക്വൽ ടു a പ്ലസ് ഐ ബി ദെൻ ഇറ്റ്സ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. കാണുന്ന ഫോർമുല z റൈസ് ടു -1, അതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിന്റെ നൊട്ടേഷൻ. കാണുന്ന ഫോർമുല z ബാർ ബൈ മോഡ് z സ്ക്വയർ. അപ്പോൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ വാല്യൂസ് കാണുന്നതൂടെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് കോൺജുഗേറ്റ് മോഡുലസും ഒന്ന് പഠിച്ചിരിക്കണം എന്ന് പറയാൻ കാരണം. സോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണുന്ന ഫോർമുല z ബാർ ബൈ മോഡ് z സ്ക്വയർ. നെക്സ്റ്റ് വൺ, ഫോക്കസ് ഏരിയയിൽ ഇല്ല എങ്കിലും മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഫോർമുല, പോളാർ ഫോം. ഇഫ് z ഈക്വൽ ടു a പ്ലസ് ഐ ബി ദെൻ ഇറ്റ്സ് പോളാർ ഫോം ഈസ് z ഈക്വൽ ടു r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ, വേർ r എന്ന് പറഞ്ഞാൽ മോഡുലസ് ദറ്റ് ഈസ് റൂട്ട് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. തീറ്റ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓർ ആർഗ്യുമെന്റ് എന്നാണ് പറയുന്നത്. അത് കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല tan തീറ്റ ഈക്വൽ ടു b ബൈ a. മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും, യാതൊരു സംശയമില്ല. പക്ഷേ ഇത് ഒരു നോൺ ഫോക്കസ് ഏരിയ പോർഷനാണ്. നെക്സ്റ്റ്, സൊല്യൂഷൻ ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0.
10th സ്റ്റാൻഡേർഡിൽ പഠിച്ചു. എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഈ ഡിസ്ക്രിമിനന്റ് ബി സ്ക്വയർ മൈനസ് 4ac പോസിറ്റീവോ സീറോയോ വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് 10th പഠിച്ചത്. ഇവിടെ ഈ ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാം അതാണ് പഠിക്കുന്നത്. റൂട്ട് -4 എന്ന് വന്നാൽ അതിൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 2i എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? കാരണം i എന്ന് പറഞ്ഞാൽ റൂട്ട് -1, i സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1, i ക്യൂബ് എന്ന് പറഞ്ഞാൽ -i റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ +1, i റൈസ് ടു 4ന്റെ മൾട്ടിപ്പിൾ വന്നാൽ എല്ലായ്പ്പോഴും ആൻസർ 1 ആയിരിക്കും. ഇതിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് നോൺ ഫോക്കസ് ഏരിയ ആണ്, പക്ഷേ ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഇതുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, ഇനി ഇതിനകത്ത് അറിയേണ്ട മറ്റൊരു റിസൾട്ട് a+b ഇൻറ്റു a-b, അത് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നറിയാം. എന്നാൽ a+ib ഇൻറ്റു a-ib എന്ന് വന്നാൽ ആൻസർ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, a+ib ഇൻറ്റു a-ib ദറ്റ് ഈസ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു റിസൾട്ട് യൂസ്ഫുൾ ആണ്. ജസ്റ്റ് അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 6. ഈ ചാപ്റ്ററിൽ ഒരൊറ്റ ക്വസ്റ്റ്യനെ ചോദിക്കത്തുള്ളൂ. സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇനിക്വാളിറ്റീസ് യൂസിങ് ഗ്രാഫിക്കൽ മെത്തേഡ്. അത് ചെയ്യണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ദ റീജിയൻ കണ്ടെയ്നിങ് ഓൾ ദ സൊല്യൂഷൻ ഓഫ് ആൻ ഇനിക്വാളിറ്റി ഈസ് കോൾഡ് സൊല്യൂഷൻ റീജിയൻ. തന്നിട്ടുള്ള ഇനിക്വാളിറ്റീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കോമൺ പോർഷൻ, അതാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. ആ പോർഷൻ എന്ത് പറയും? സൊല്യൂഷൻ റീജിയൻ. ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് സൊല്യൂഷൻ റീജിയൻ കണ്ടെത്താനാണ് ചോദിക്കുന്നത്. അത് മസ്റ്റായിട്ട് പഠിക്കുക. ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ച് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് മസ്റ്റായിട്ട് ചെയ്ത് പഠിച്ചിട്ട് പോവുക. അടുത്തത് രണ്ടും ഫോക്കസ് ഏരിയയിലുള്ളതല്ല, ജസ്റ്റ് ഞാനൊന്ന് എഴുതിയിട്ടുള്ളത് മാത്രം. ഇഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആൻഡ് കെ ഈസ് എ കോൺസ്റ്റന്റ് വിച്ച് ഈസ് പോസിറ്റീവ്. ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് ഒരു ലീനിയർ ഇനിക്വാളിറ്റിയെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, നോ ചേഞ്ച്. അപ്പോൾ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? കെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ബി. എന്നാൽ ഈ ലീനിയർ ഇനിക്വാളിറ്റിയെ ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ ആ ഇനിക്വാളിറ്റിയുടെ സൈൻ റിവേഴ്സ് ചെയ്യും. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, കെ നെഗറ്റീവ് ആണെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ മാറും? കെ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ബി. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ടാണ്. ബട്ട് അതൊരു നോൺ ഫോക്കസ് ഏരിയ പോർഷനാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് പ്രശ്നമുണ്ടാക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 7, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. ഫസ്റ്റ് വൺ, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഇത് യൂസ് ചെയ്ത് ഒരു പ്രോബ്ലം ഷുവറായിട്ട് ചോദിക്കും. വളരെ സിമ്പിളാണ്. ഇഫ് ആൻ ഇവന്റ് ക്യാൻ ഒക്കർ ഇൻ m different ways following which another event can occur in n different ways, then total number of occurrence of the events is their product, that is m into n. ഈ ഒരു തിയറം യൂസ് ചെയ്ത് ഒരു പ്രോബ്ലം ചോദിക്കും. അത് മസ്റ്റാണ്. നെക്സ്റ്റ്, ഫോക്കസ് ഏരിയയിൽ ഇല്ല എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് റിസൾട്ട്. n ഫാക്ടോറിയൽ ദാറ്റ് ഈസ് 1 into 2 into 3 into etc n-2 into n-1 into n. ഇങ്ങനെയും എഴുതാം, തിരിച്ചും എഴുതാം. n ഫാക്ടോറിയൽ ഈക്വൽ ടു n into n-1 into n-2 എക്സെട്ര കുറഞ്ഞു 3 into 2 into 1 അല്ലേ. 0 ഫാക്ടോറിയൽ ഒരു സ്പെഷ്യൽ കേസാണ്, വാല്യൂ 1. ഇനി 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 into 2 into 3 into 4 into 5. നിങ്ങൾക്കറിയാം, ഈ ഒരു വാല്യൂ ഫാക്ടോറിയൽ വാല്യൂ കണ്ടെത്താൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അടുത്ത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഉള്ളതല്ല, പെർമ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട ഒരു രണ്ട് റിസൾട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കാം. നിങ്ങൾ കാണാതെ പഠിച്ചില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല. NPR that is n factorial by n-r factorial. NPN that is n factorial. NP0 that is 1. Next, the number of permutations of n objects where P1 objects are of one kind, P2 are of second kind, P3 are of third kind is n factorial by P1 factorial into P2 factorial into P3 factorial. Permutation when objects are എന്താണ് repeated എന്ന ടൈപ്പിൽ വരുന്ന ഒരു ഫോർമുലയാണ്. തൽക്കാലം നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് തന്നെ ഞാനത് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്നു. നെക്സ്റ്റ്, മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട റിസൾട്ടുകൾ കോമ്പിനേഷനുമായി ബന്ധപ്പെട്ടത്. NCR that is equal to n factorial by r factorial into n-r factorial.
NCR മേളിലിരിക്കുന്ന ഫാക്ടോറിയൽ ബൈ താഴെ ഇരിക്കുന്ന ഫാക്ടോറിയൽ ഇൻറ്റു അവയുടെ ഡിഫറൻസിൻ്റെ ഫാക്ടോറിയൽ n-r ഫാക്ടോറിയൽ. രണ്ട് മൂന്ന് സ്പെഷ്യൽ വാല്യൂസ്. NC0 1, NCN ദറ്റ് ഈസ് ഓൾസോ 1, NCR ഈക്വൽ ടു NCn-r. അത് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ വേർഡിന് പ്രതീക്ഷിക്കാം. ഇഫ് NCA ഈക്വൽ ടു NCB then either A equal to B or N equal to A plus B. ഈ റിസൾട്ട് യൂസ് ചെയ്ത് ഒരു വേർഡ് ക്വസ്റ്റ്യൻ നമ്മുടെ പബ്ലിക് എക്സാമിനേഷന് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഇത്രയുമാണ് കോമ്പിനേഷനിലെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അത് മനസ്സിലാക്കുക, ഈ രണ്ട് റിസൾട്ട് മനസ്സിലാക്കുക. കഴിഞ്ഞു, വളരെ സിമ്പിളാണ്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 8 ബൈനോമിയൽ തിയറം. ഒരൊറ്റ ഫോർമുല മാത്രമേ ഫോക്കസ് ഏരിയയിലുള്ളൂ. A plus B the whole raised to n. എന്താണ്? NC0 ഫസ്റ്റ് ടേം റൈസ് ടു മാക്സിമം പവർ A raised to n പ്ലസ് NC1 ഫസ്റ്റ് ടേമിൻ്റെ പവർ ഒന്ന് കുറയുന്നു A raised to n A raised to n-1 ഇൻറ്റു ഈ സെക്കൻഡ് ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു B പ്ലസ് അടുത്ത NC2 ആദ്യത്തിൻ്റെ പവർ ഒന്ന് കുറഞ്ഞു പോകുന്നു, രണ്ടാമത്തിൻ്റെ പവർ ഒന്ന് ഇൻക്രീസ് ചെയ്ത് പോകുന്നു. അതാണ് ബൈനോമിയൽ തിയറം. NC2 A raised to n-2 ഇൻറ്റു B സ്ക്വയർ പ്ലസ് അടുത്തെന്തായിരിക്കും NC3 A raised to n-3 ഇൻറ്റു B ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് NCN ഫസ്റ്റ് ടേം എലിമിനേറ്റ് ചെയ്ത് പോകുന്നു, സെക്കൻഡ് ടേം റൈസ് ടു മാക്സിമം പവർ ദറ്റ് ഈസ് B റൈസ് ടു n. വിശദമായി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതുപയോഗിച്ച് ഒരു എക്സ്പാൻഷൻ ഉറപ്പായിട്ട് എക്സാമിനേഷന് പ്രതീക്ഷിക്കാം. ദി A plus B the whole raised to n. ഇനി A minus B the whole raised to n ആണെങ്കിൽ ഓൾട്ടർനേറ്റീവായി സൈൻ ചേഞ്ച് ചെയ്താൽ മതി. ഇത് ഓക്കെ, ഇവിടെ പ്ലസിൻ്റെ അടുത്ത് മൈനസ് വരും, ഇത് പ്ലസ് ആവും, അടുത്ത് മൈനസ് പ്ലസ് മൈനസ് അങ്ങനെ പോവുക. ഇനി ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് 1 plus x the whole raised to n ദറ്റ് ഈസ് NC0. അടുത്ത് ഫസ്റ്റ് 1 raised to n അത് 1 ആയതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. NC0 പ്ലസ് NC1 ഇൻറ്റു എക്സ് പ്ലസ് NC2 ഇൻറ്റു എക്സ് സ്ക്വയർ. ഫസ്റ്റ് ടേം 1 ആണ്, 1ൻ്റെ ഏത് പവറും 1 തന്നെയാണ്, അതുകൊണ്ട് അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ സെക്കൻഡ് ടേമിൻ്റെ പവർ ഇൻക്രീസ് ചെയ്ത് എഴുതിയാൽ മതി. സോ ആദ്യം NC0 പ്ലസ് NC1 എക്സ് പ്ലസ് NC2 എക്സ് സ്ക്വയർ പ്ലസ് NC3 എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് NCN ഫസ്റ്റ് സെക്കൻഡ് ടേം റൈസ് ടു മാക്സിമം എക്സ് റൈസ് ടു n. സോ അതൊന്ന് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത 3 റിസൾട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഫോക്കസ് ഏരിയയിലുള്ളതല്ല, പക്ഷേ 4ാമത്തെ ഫോർമുല യൂസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. തേർഡ് വൺ A plus B the whole raised to n. ഇത് എക്സ്പാൻഡിയബിൾ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്തായിരിക്കും? n+1. A plus B the whole raised to 5 എക്സ്പാൻഡ് ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് 6 ആയിരിക്കും. ഓക്കെ, അത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. നെക്സ്റ്റ് ജനറൽ ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് A plus B the whole raised to n. ഒരു മാർക്ക് കിട്ടിയിരിക്കും, ഷുവറാണ് ഈ ഫോർമുല എഴുതിയാൽ. TR+1 അതാണ് ജനറൽ ടേം ദറ്റ് ഈസ് ഈക്വൽ ടു NCR A raised to n-r ഇൻറ്റു B raised to r. ജനറൽ ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് A plus B the whole raised to n ഈസ് NCR into A raised to n-r into B raised to r. ഓക്കെ, നെക്സ്റ്റ് അത്ര പ്രാധാന്യമുള്ളതല്ല. ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് A plus B the whole raised to n ഇഫ് n ഈസ് ഈവൻ then middle term that is n/2 plus 1th term. If n is odd then there are 2 middle terms. First one n plus 1/2th term and second one n plus 1/2 plus 1th term. ഇതിൻ്റെ തൊട്ടടുത്ത ടേം. എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്ത് സമയം വേസ്റ്റ് ആക്കുന്നില്ല, കാരണം അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. തീർച്ചയായും ഫസ്റ്റ് 8 ചാപ്റ്റേഴ്സിൽ നോൺ ഫോക്കസ് ഏരിയ പോർഷൻ കൂടെ ഞാൻ കൂടുതൽ അവിടെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇനി താഴോട്ടുള്ള ചാപ്റ്റേഴ്സിൽ 9ാമത്തെ ചാപ്റ്റർ തൊട്ട് ഞാൻ ഫോക്കസ് ഏരിയ മാത്രം ബേസ് ചെയ്തിട്ടുള്ള റിസൾട്ടുകളാണ് എഴുതിയിട്ടുള്ളത്. സോ സീക്വൻസസ് ആൻഡ് സീരീസ് ചാപ്റ്റർ നമ്പർ 9. ഇതിൽ ആദ്യം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പഠിക്കുവാനുണ്ട്. അത് നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചു. ആ നോളജ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെയും ചോദിക്കും, അതൊന്ന് നോക്കുക. ഓക്കെ, നമുക്കിവിടെ പഠിക്കാനുള്ളത് ഫോക്കസ് ഏരിയയിൽ ജോമെട്രിക് പ്രോഗ്രഷൻ. ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് ടേം A കോമൺ റേഷ്യോ R ആണെങ്കിൽ nth ടേം ഓഫ് എ ജോമെട്രിക് പ്രോഗ്രഷൻ കാണുന്ന ഫോർമുല A into R raised to n-1. കോമൺ റേഷ്യോ കാണുന്ന ഫോർമുല സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ അതാണ് തേർഡ് ടേം ബൈ സെക്കൻഡ് ടേം, എങ്ങനെ വേണോ നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് സം ടു n ടേംസ് ഓഫ് എ GP. ഒരു GPയുടെ n ടേംസിൻ്റെ സം കാണുന്ന ഫോർമുല ഇഫ് കോമൺ റേഷ്യോ ലെസ് ദാൻ 1, ഇഫ് R ലെസ് ദാൻ 1 എങ്കിൽ സം ടു n ടേംസ് കാണുന്ന ഫോർമുല A into 1 minus R raised to n by 1 minus R.
ഇനി ആർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആദ്യം കോമൺ റേഷ്യോ വരും, അത്രയേ ഉള്ളൂ. ഇതിനൊന്ന് തിരിച്ചെഴുതുക. a ഇൻറ്റു ആർ റൈസ് ടു n മൈനസ് 1 ബൈ ആർ മൈനസ് 1. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട്. നെക്സ്റ്റ്, ഇഫ് എ കോമ ബി കോമ സി ആർ ഇൻ ജി പി ദെൻ ബി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ ഓഫ് മിഡിൽ ടേം ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം മോഡൽ എക്സാമിനേഷൻ ചോദിച്ചു. സോ അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ്, അരിത്തമെറ്റിക് മീൻ ഓഫ് 2 നമ്പേഴ്സ് എ ആൻഡ് ബി കാണുന്ന ഫോർമുല എ പ്ലസ് ബി ബൈ 2. ജോമെട്രിക് മീൻ ഓഫ് 2 നമ്പേഴ്സ് എ ആൻഡ് ബി കാണുന്ന ഫോർമുല റൂട്ട് എ ബി. ജസ്റ്റ് ഒന്ന് നോക്കുക. നെക്സ്റ്റ്, സം ടു എൻ ടേംസ് കാണാനാണ് ഈ ഫോർമുല. സം ടു ഇൻഫിനിറ്റ് ടേംസ് ഓഫ് എ ജി പി കാണുന്ന ഫോർമുല എ ബൈ 1 മൈനസ് ആർ. അതും ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഫോക്കസ് ഏരിയയിലുള്ളത് തന്നെയാണ്. സം ടു ഇൻഫിനിറ്റ് ടേംസ് ദറ്റ് ഈസ് എ ബൈ 1 മൈനസ് ആർ. അപ്പോൾ വളരെ കുറച്ച് ഫോർമുലാസ് മാത്രമേ നിലവിൽ ഫോക്കസ് ഏരിയയിലുള്ളൂ. അതൊന്ന് കാണാതെ പഠിക്കുക. നമുക്ക് എസ്എ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ. നെക്സ്റ്റ്, കുട്ടികൾക്ക് ഒത്തിരി കൺഫ്യൂഷനുള്ള ഒരു ചാപ്റ്റർ സ്ട്രെയിറ്റ് ലൈൻ. കാര്യം വേറെ ഒന്നുമല്ല, ഒത്തിരി ചെറിയ ചെറിയ ഫോർമുലാസ് പഠിക്കണം, അത് തന്നെയാണ് വിഷയം. പക്ഷേ പഠിച്ചേ പറ്റൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഫസ്റ്റ് വൺ, ഇഫ് എ ലൈൻ മേക്സ് ആൻ ആംഗിൾ theta with the positive direction of x-axis, then slope of the line that is tan theta. Angle of inclination തന്നിരുന്നാൽ സ്ലോപ്പ് കാണുന്ന ഫോർമുല tan theta. Angle of inclination 45, then slope equal to tan 45. അത്രയേ ഉള്ളൂ. Slope of a line passing through the points x1 y1 and x2 y2. 2 പോയിന്റ്, ഒരു ലൈനിലെ 2 പോയിന്റ് തന്നാൽ ആ ലൈനിന്റെ സ്ലോപ്പ് കാണുന്ന ഫോർമുല y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. 1 വേർഡ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇത് ഉറപ്പായിട്ട് ചോദിക്കും. ഇത് 10ാം ക്ലാസ്സിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സ്ലോപ്പ് കാണുന്ന ഫോർമുല y2 മൈനസ് y1. ഇത് ഇങ്ങനെയാണ് കേട്ടോ, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. നെക്സ്റ്റ്, ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. 2 lines are parallel, then their slopes are equal. 2 lines are perpendicular, then product of their slopes is minus 1. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട്. നെക്സ്റ്റ്, ഇഫ് m is the slope of a line, if m is the slope of a line, then slope of its perpendicular line is minus 1 by m. ഒരു ലൈൻ്റെ സ്ലോപ്പ് 2 എങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ്റെ സ്ലോപ്പ് എന്താണ്? ദറ്റ് ഈസ് മൈനസ് 1 by 2. റെസിപ്രോക്കൽ എടുക്കുക, മൈനസ് കൊടുക്കുക. നെക്സ്റ്റ്, ഫോക്കസ് ഏരിയയിലുള്ളതല്ല എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആൻ അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ഹൂസ് സ്ലോപ്സ് m1 and m2 is tan theta equal to m2 minus m1 by 1 plus m1 m2. നെക്സ്റ്റ്, 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് x1 y1 ആൻഡ് സ്ലോപ്പ് m ഈസ് y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. നെക്സ്റ്റ്, 2 പോയിന്റ് തന്നാൽ ലൈൻ്റെ ഇക്വേഷൻ 2 point form y minus y1 by y2 minus y1 equal to x minus x1 by x2 minus x1. Next, slope intercept form. If m is the slope and c is the y intercept, then equation of the line that is y equal to mx plus c. ഇതൊന്നും ഫോക്കസ് ഏരിയയിലില്ല. 7, 8, 9 ഫോക്കസ് ഏരിയയിലില്ല, പക്ഷെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഫോക്കസ് ഏരിയയിലുള്ളത് ഈ ഒരൊറ്റ ടൈപ്പാണ്, intercept form. If a is the x-intercept and b is the y-intercept, then equation of the line is x by a plus y by b equal to 1. മസ്റ്റ് ആയിട്ട് പഠിക്കുക. ഇതിൽ നിന്ന് ബേസ് ചെയ്ത് ഒരു പ്രോബ്ലം ചോദിക്കും. x by a, എക്സിൻ്റെ താഴെ ഇരിക്കുന്നതാണ് x-intercept, y-യുടെ താഴെ ഇരിക്കുന്നതാണ് y-intercept. So, if a is the x-intercept and b is the y-intercept, then equation of the line is x by a plus y by b equal to 1. So, must ആയിട്ട് അത് പഠിക്കുക. നെക്സ്റ്റ്, ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ ദറ്റ് ഈസ് ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0. ഇതിൽ നിന്ന് സ്ലോപ്പ് കാണുന്ന ഫോർമുല മൈനസ് a ബൈ b ദറ്റ് ഈസ് മൈനസ് കോയഫിഷ്യൻ്റ് ഓഫ് എക്സ് ബൈ കോയഫിഷ്യൻ്റ് ഓഫ് വൈ. അങ്ങനെ പഠിച്ചാലും വിരോധമില്ല, പക്ഷേ മസ്റ്റായിട്ട് പഠിക്കുക. അടുത്തത് ഫോക്കസ് ഏരിയയിലുള്ളതല്ല, ചോദിക്കത്തില്ല, ജസ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് മാത്രം. ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് x1 y1 ഫ്രം ദ ലൈൻ ax plus by plus c equal to 0 is magnitude of modulus of ax1 plus by1 plus c by root of s square plus b square. അത് പഠിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, ചാപ്റ്റർ നമ്പർ 11 കോണിക് സെക്ഷൻസ്. 2 കോണിക്കാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, എലിപ്സും പരാബോളയും.
ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എലിപ്സ്. അതുകൊണ്ട് എലിപ്സിൻ്റെ ഫോർമുലാസ് ആണ് ആദ്യം എഴുതിയിട്ടുള്ളത്. 2 ടൈപ്പ് എലിപ്സ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ x² + y² + b² 1. ഇവിടെ a² b²നേക്കാളും വലുതായിരിക്കും. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് എലിപ്സ്. അതിൻ്റെ ഷേപ്പ് ഇതാണ്. ഇതിൽ ഒരു കോൺസ്റ്റന്റ് c² നമ്മൾ കണ്ടെത്തുന്നു. അതെന്താണ് ഫോർമുല? a² - b². ഇത് വെച്ചാണ് താഴോട്ടുള്ള വാല്യൂസ് കണ്ടെത്തുന്നത്, ഫോർമുലാസ് എഴുതുന്നത്. അതുകൊണ്ട് മസ്റ്റായിട്ട് ഇത് പഠിച്ചിരിക്കണം. c² = a² - b². ഫോക്കൈ കാണുന്ന ഫോർമുല, 2 ഫോക്കസ് ഉണ്ട്, ഇവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്. സോ ഫോക്കൈ കാണുന്ന ഫോർമുല +or - c, 0. വെർട്ടിസസ് എൻഡ് പോയിന്റ്സ് ഇതും അത് കാണുന്ന ഫോർമുല +or - a, 0. എക്സെൻട്രിസിറ്റി റേഷ്യോ അതെല്ലായ്പ്പോഴും <1 ആയിരിക്കും ഫോർ ആൻ എലിപ്സ്. അത് കാണുന്ന ഫോർമുല c/a. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം കാണുന്ന ഫോർമുല 2b²/a. മേജർ ആക്സിസിന്റെ ലെങ്ത് 2a, മൈനർ ആക്സിസിന്റെ ലെങ്ത് 2b. ഇതാണ് മേജർ ആക്സിസ് 2a. ഇതെന്താണ് മൈനർ ആക്സിസ്? ദാറ്റ് ഈസ് 2b. മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക. 4 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇത് ഒന്നാമത്തെ ടൈപ്പ് എലിപ്സ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എലിപ്സ് എന്താണ്? x² താഴെ ഇരിക്കുന്നത് ചെറിയ നമ്പർ ആണെങ്കിൽ, x² താഴെ ഇരിക്കുന്നത് വലുതാണെങ്കിൽ അത് ഫസ്റ്റ് ടൈപ്പ്, x² താഴെ ഇരിക്കുന്നത് ചെറിയ നമ്പർ ആണെങ്കിൽ അത് സെക്കൻഡ് ടൈപ്പ്. ഇക്വേഷൻ എന്താണ്? x² / b² + y² / s² = 1. ഇവിടെ b² s²നേക്കാളും ചെറുതാണ്, അതൊക്കെ അറിയാം. c² ഒരു മാറ്റമില്ല, നേരത്തെ പഠിച്ച അതേ ഫോർമുല a² - b². ഇവിടെ ഷേപ്പ് ഓഫ് ദ എലിപ്സ് ഇതാണ്. ഇതെങ്ങനെയാണ് വരുന്നത്? മേജർ ആക്സിസ് y ആക്സിസിൽ വരും കേട്ടോ, അത്രേ ഉള്ളൂ. c² a² - b². ഫോക്കൈ അത് മേജർ ആക്സിസിലാണ്, y ആക്സിസിലാണ്. അതുകൊണ്ട് ആ കോർഡിനേറ്റ് ഒന്ന് മാറും. 0, +or - c. വെർട്ടിസസ് വീണ്ടും ഇങ്ങേറ്റവും അങ്ങേറ്റവും 0, +or - a. ബാക്കി ഒരു ഫോർമുലയ്ക്ക് മാറ്റമില്ല. എക്സെൻട്രിസിറ്റി c/a, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 2b²/a, ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2b. ഫസ്റ്റ് എലിപ്സിൻ്റെ അതേ ഫോർമുലാസ് ആണ്, മസ്റ്റായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് പരാബോള. 4 ഇക്വേഷനാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ y² = 4ax. ഇതാണ് ഫസ്റ്റ് പരാബോള. അതിൻ്റെ ഷേപ്പ് മനസ്സിലായല്ലോ. ഇതാണ് സംഗതി. ഈ പരാബോളയുടെ വെർട്ടെക്സ് 0, 0. ഫോക്കസ് എന്ന് പറയുന്നത് a, 0. കാണാതെ പഠിക്കുക. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 4a. ഇക്വേഷൻ ഓഫ് ആക്സിസ് y² വന്നാൽ y = 0. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ദാറ്റ് ഈസ് x = -a. ഇതെങ്ങനെ കാണാതെ പഠിക്കണം എന്നുള്ള ഷോർട്ട് കട്ടൊക്കെ ഞാൻ റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാക്കുക. ഓക്കെ, y² = 4x. ഈ പരാബോളയുടെ വെർട്ടെക്സ് 0, 0. ഫോക്കസ് a, 0. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 4a. ഇക്വേഷൻ ഓഫ് ആക്സിസ് y = 0. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് x = -a. ഇത് y² = 4x. അടുത്ത് y² = -4x വന്നാൽ ഈ സംഗതി എങ്ങനെ വരും? ഇങ്ങനെ തിരിഞ്ഞു വരും അല്ലേ? ഓക്കെ, ഇതിൻ്റെ റിഫ്ലക്ഷനാണ് വരുന്നത്. ഇങ്ങനെ തിരിഞ്ഞു വരും. വെർട്ടെക്സ് 0, 0 തന്നെയാണ്. ഫോക്കസ് എന്ത് വരും? ഇപ്പുറത്ത് വരുമ്പോൾ -a, 0. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 4a. ഇക്വേഷൻ ഓഫ് ആക്സിസ് y² വന്നുണ്ട് y = 0. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് നമ്മൾ ഷേപ്പ് ഇങ്ങനെ വരുമ്പോൾ ഡയറക്ട്രിക്സ് ഇവിടെ വരും. അപ്പോൾ x = -a + a ആവും, ഇപ്പുറത്ത് വരും. അത്രയേ ഉള്ളൂ. ആ ഒരു ചേഞ്ച് മനസ്സിലാക്കി പഠിക്കുക. നെക്സ്റ്റ് ഇതിൻ്റെ രണ്ടാമത്തെ ടൈപ്പ് x² = 4ay. യു ഷേപ്പ്. വെർട്ടെക്സ് 0, 0 മാറ്റമില്ല. ഫോക്കസ് y ആക്സിസിൽ, അപ്പോൾ കോർഡിനേറ്റ് മാറും 0, a. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 4a. ആക്സിസ് സെക്കൻഡ് ഡിഗ്രി x², അപ്പോൾ x = 0. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്ത് വരും? ഇവിടെ വരും y = -a. ഈ ഫസ്റ്റ് ഡിഗ്രി വരുന്ന എഴുതിയാൽ മതി, അങ്ങനെയൊക്കെ ചിന്തിക്കാം ഷോർട്ട് കട്ട്. y = -a. ഇത് x² = 4ay. ഇനി മറ്റൊന്നുകൂടി ഉണ്ട്, x² = -4ay. ഷേപ്പ് അല്ലെ, ഇങ്ങനെ വരും ഷേപ്പ്. അപ്പോൾ വെർട്ടെക്സ് മാറ്റമില്ല 0, 0. ഫോക്കസ് 0, -a. താഴെ വരും അല്ലേ? താഴെ വരുമ്പോൾ മൈനസ് ആവും. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 4a. ഇക്വേഷൻ ഓഫ് ആക്സിസ് x = 0 തന്നെയാണ്. ഡയറക്ട്രിക്സ് എവിടെ വരും? പോസിറ്റീവ്. അപ്പോൾ y = +a. y = +a. സോ കോണിക് സെക്ഷൻസ് കുറച്ച് ഫോർമുലാസ് ഉണ്ട്, അത് മനസ്സിലാക്കി പഠിച്ചാൽ വളരെ സിമ്പിൾ. അല്ല എങ്കിൽ ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 12 ഇൻട്രൊഡക്ഷൻ ടു 3-dimensional ജോമെട്രി. ജനറൽ പോയിന്റ് ഇൻ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? x, y, z ഒരു ട്രിപ്ലെറ്റ് ആയിരിക്കും. ഒരു പോയിന്റ് x ആക്സിസിലാണെങ്കിൽ അതിൻ്റെ y കോർഡിനേറ്റും z കോർഡിനേറ്റും 0. ഒരു പോയിന്റ് z ആക്സിസിലാണെങ്കിലോ x കോർഡിനേറ്റും y കോർഡിനേറ്റും 0. ആ ഐഡിയ അറിഞ്ഞിരിക്കണം. ഇനി ഒരു പോയിന്റ് x y പ്ലെയിനിലാണെങ്കിൽ അതിൻ്റെ z കോർഡിനേറ്റ് 0.
വൈ ഇസഡ് പ്ലെയിനിലാണെങ്കിലോ എക്സ് കോർഡിനേറ്റ് 0. ആ ഒരു ലോജിക്ക് ഉപയോഗിച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ഇതിലെ ഷുവർ ക്വസ്റ്റ്യൻ ഉറപ്പാണ്, യാതൊരു മാറ്റവുമില്ല. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് x1 y1 z1 ആൻഡ് x2 y2 z2 2 പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ദ ഹോൾ സ്ക്വയർ. ഷുവറായിട്ട് ചോദിക്കും, മസ്റ്റായിട്ട് പഠിക്കുക, സിമ്പിളാണ്. അടുത്ത രണ്ടെണ്ണവും ഫോക്കസ് ഏരിയയിലുള്ളതല്ല, എന്നാൽ 5th വൺ എക്സാമിനേഷന് പ്രതീക്ഷിക്കാം. ദ സെക്ഷൻ ഫോർമുല ഏതാണ് അറിയപ്പെടുന്നത്? ദ പോയിന്റ് വിച്ച് ഡിവൈഡ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് x1 y1 z1 and x2 y2 z2 internally in the ratio m is to n is mx2 plus nx1 by m plus n, my2 plus ny1 by m plus n, mz2 plus nz1 by m plus n. ഡിവിഷൻ ഇന്റേണലി ആണെങ്കിൽ ഇതാണ് ഫോർമുല. എക്സ്റ്റേണലി ആണെങ്കിൽ ഈ പ്ലസ് ഇട്ടെടുത്തൊക്കെ മൈനസ് കൊടുക്കുക. mx2 മൈനസ് nx1 ബൈ m മൈനസ് n, my2 മൈനസ് ny1 ബൈ m മൈനസ് n, mz2 മൈനസ് nz1 ബൈ m മൈനസ് n എന്ന് വരും. നെക്സ്റ്റ് സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ ഹൂസ് വെർട്ടിസസ് ആർ x1 y1 z1 x2 y2 z2 ആൻഡ് x3 y3 z3 ഈസ്. ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസ് തന്നിട്ടുണ്ട്. സെൻട്രോയിഡ് കാണുന്ന ഫോർമുല x കോർഡിനേറ്റ് ആഡ് ചെയ്യുക, then dividing by 3, x1 plus x2 plus x3 by 3, y1 plus y2 plus y3 by 3, z1 plus z2 plus z3 by 3. ഇതും ഫോക്കസ് ഏരിയയിലുള്ളതല്ല, ജസ്റ്റ് ഒന്ന് എഴുതി എന്ന് മാത്രം. നെക്സ്റ്റ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്, കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള മറ്റൊരു ചാപ്റ്റർ. ഇഫ് f of x is a polynomial function, then limit x tending to a f of x. കാൽക്കുലേറ്റ് ചെയ്യാൻ ജസ്റ്റ് എക്സിന് a കൊടുത്താൽ മതി, f of a. ഇനി പീസ് വൈസ് ഫംഗ്ഷൻ തരികയാണെങ്കിൽ ലിമിറ്റ് കാണുന്ന ഫോർമുല ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ അതാണ് ലിമിറ്റ്. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വരണം? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിട്ട് വരണം, എങ്കിലാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ തിയറിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, അത് കണ്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്, ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും, യാതൊരു മാറ്റവും ഇല്ല. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ x raised to n minus a raised to n by x minus a. ഫോർമുല n into power into a raised to n minus 1. ഇപ്പം തന്നെ പഠിക്കുക. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ x raised to n minus a raised to n by x minus a. എന്താണ് ഫോർമുല? n into a raised to n minus 1. നെക്സ്റ്റ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് ചോദിച്ചാൽ അത് കാണുന്ന ഫോർമുല എഫ് ഡാഷ് എക്സ്. ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ നൊട്ടേഷൻ. ഫോർമുല ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ഡെറിവേറ്റീവ് എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിർബന്ധമായിട്ടും ഈ ഫോർമുല എഴുതിയാൽ 1 മാർക്ക് കിട്ടും. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. നെക്സ്റ്റ് ഡെറിവേറ്റീവ്സ്, സ്റ്റാൻഡേർഡ് റിസൾട്ട്, മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു 5 റിസൾട്ട്. എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ, എൻ ഇൻറ്റു പവർ ഇൻറ്റു എക്സ് റൈസ് ടു പവർ ഒന്ന് കുറയ്ക്കുക എൻ മൈനസ് 1. ഡി ബൈ ഡി എക്സ് ഓഫ് കോൺസ്റ്റന്റ് ഒള്ളി, കോൺസ്റ്റന്റ് മാത്രം എന്നാൽ ഡെറിവേറ്റീവ് 0. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ദറ്റ് ഈസ് 1. ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് ദറ്റ് ഈസ് 1 by 2 റൂട്ട് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് 1 by എക്സ് ദറ്റ് ഈസ് മൈനസ് 1 by എക്സ് സ്ക്വയർ. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പഠിക്കുക. ഇതാണ് ഫോക്കസ് ഏരിയയിലുള്ളത്, താഴോട്ടുള്ളതൊന്നും ഫോക്കസ് ഏരിയയിലുള്ളതല്ല. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സി സ്ക്വയർ എക്സ്, സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ്, കോട്ട് എക്സ് മൈനസ് കൊസി സ്ക്വയർ എക്സ്, കൊസീക്ക് എക്സ് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. ഇത് നോൺ ഫോക്കസ് ഏരിയ ആണ്, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, അടുത്ത വർഷം യൂസ്ഫുൾ ആയിരിക്കും. താഴോട്ട് 16 മുതൽ 19 വരെയുള്ളത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഡി ബൈ ഡി എക്സ് ഓഫ് കെ ഇൻറ്റു എഫ് ഓഫ് എക്സ്, എ കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് എക്സ് വന്നാൽ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് നിന്ന് ഔട്ട്സൈഡ് എടുക്കാം അല്ലേ? കാണാതെ നിന്ന് പഠിക്കേണ്ട, മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. കെ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഡി ബൈ ഡി എക്സ് ഓഫ് സം ഓർ ഡിഫറൻസ് ഓഫ് 2 ഫംഗ്ഷൻ വന്നാൽ ഡെറിവേറ്റീവ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് അങ്ങനെ എഴുതാം. സെൻറ്ററിൽ മൈനസ് ആണെങ്കിലും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സോ പ്ലസും മൈനസും വന്നാൽ ഫംഗ്ഷനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. എന്നാൽ
പ്രോഡക്റ്റ് വന്നാൽ ഒരു സ്റ്റാൻഡേർഡ് റൂളുണ്ട്, അതിനെ പ്രോഡക്റ്റ് റൂൾ എന്നാണ് പറയുന്നത്. മസ്റ്റായിട്ട് പഠിക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്, പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ, അതിൻ്റെ ഡെറിവേറ്റീവ് കാണുന്ന ഫോർമുല ഇപ്പം തന്നെ പഠിച്ചോളൂ. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ, ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ, ദെൻ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് കോഷ്യന്റ് റൂൾ, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്, ന്യൂമറേറ്ററിലും ഫംഗ്ഷൻ ഓഫ് എക്സ്, ഡിനോമിനേറ്ററിലും ഫംഗ്ഷൻ ഓഫ് എക്സ്. എങ്കിൽ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? ഷുവർ ക്വസ്റ്റ്യൻ, 3 മാർക്സ് ക്വസ്റ്റ്യൻ. മസ്റ്റായിട്ട് പഠിക്കുക. ഈ ഫോർമുല മാത്രം എഴുതിയാൽ ചിലപ്പോൾ 2 മാർക്ക് വരെ കിട്ടിയെന്നിരിക്കും. എന്താണ് പറഞ്ഞോളൂ? ഡിനോമിനേറ്റർ അതുപോലെ, ദെൻ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് അടുത്ത ന്യൂമറേറ്റർ അതുപോലെ, ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ, താഴെ ഇരിക്കുന്ന അതുപോലെ, ദെൻ ഡെറിവേറ്റീവ് ഓഫ് മേളിലിരിക്കുന്നത് മൈനസ് മേളിലിരിക്കുന്നത് അതുപോലെ, ദെൻ ഡെറിവേറ്റീവ് ഓഫ് താഴെ ഇരിക്കുന്നത് ഹോൾ ഡിവൈഡഡ് ബൈ താഴെ ഇരിക്കുന്നവൻ്റെ സ്ക്വയർ. പാട്ടും പാടി പഠിക്കാം, വളരെ സിമ്പിളാണ്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഫോക്കസ് ഏരിയ റിവിഷൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. മസ്റ്റായിട്ട് പഠിക്കുക. കോഷ്യന്റ് റൂൾ, പ്രോഡക്റ്റ് റൂൾ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഒപ്പം എന്തറിഞ്ഞിരിക്കണം? എക്സ് റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1, റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞാൽ സംഗതി സിമ്പിളാണ്. നെക്സ്റ്റ്, ഒരു കാരണവശാലും പഠിക്കാതെ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ചാപ്റ്റർ, മസ്റ്റായിട്ട് പഠിക്കുക. 7 മാർക്സ് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടും. മാത്തമാറ്റിക്കൽ റീസണിങ്. ഇതിനകത്ത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ പ്രതീക്ഷിക്കാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് പി ദെൻ ക്യൂ എങ്കിൽ അതിൻ്റെ നെഗേഷൻ എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ഇഫ് പി ദെൻ ക്യൂ. If x is prime, then x is odd. If x is prime, then x is odd. ഇതിൻ്റെ നെഗേഷൻ എന്താണ്? It is false that if x is prime, then x is odd. ഇത്രയേ ഉള്ളൂ. ഇതാണ് നെഗേഷൻ. ഇനി if p then q, ഇതിൻ്റെ കോൺവേഴ്സ് തലതിരിച്ചെഴുതുക. if q then p. Again example, if x is prime, then x is odd. ഇതിൻ്റെ കോൺവേഴ്സ് എന്താണ്? ഇഫ് എക്സ് ഈസ് ഓഡ് ദെൻ എക്സ് ഈസ് പ്രൈം, തലതിരിച്ചെഴുതുക. നെക്സ്റ്റ് കോൺട്രാപോസിറ്റീവ്, ഇഫ് പി ദെൻ ക്യൂ, അതിൻ്റെ കോൺട്രാപോസിറ്റീവ് എന്താണ്? തലതിരിച്ചെഴുതണം, നോട്ടും കൊടുക്കണം. ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി, ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി, അതാണ് കോൺട്രാപോസിറ്റീവ്. ഇഫ് എക്സ് ഈസ് പ്രൈം ദെൻ എക്സ് ഈസ് നോട്ട് ഇഫ് എക്സ് ഈസ് പ്രൈം ദെൻ എക്സ് ഈസ് ഈവൻ. ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് എന്തായിരിക്കും? ഇഫ് എക്സ് ഈസ് നോട്ട് ഈവൻ ദെൻ എക്സ് ഈസ് നോട്ട് പ്രൈം. ഇത്രയേ ഉള്ളൂ. ഇതാണ് കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് പഠിക്കുക. പിന്നെ റൂട്ട് 3 ഈസ് ഇറാഷണൽ, റൂട്ട് 5 ഈസ് ഇറാഷണൽ, അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. സയൻസ് വിദ്യാർത്ഥികൾക്ക്, കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് 9 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. 2 ഫോർമുലയാണുള്ളത്, ഫോർ ഗ്രൂപ്പ്ഡ് ഡാറ്റ ദെൻ ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷനും ഫ്രീക്വൻസിയും തന്നിരിക്കും, അല്ലെങ്കിൽ ക്ലാസും ഫ്രീക്വൻസിയും, അതാണ് ഗ്രൂപ്പ്ഡ് ഡാറ്റ. അങ്ങനെ വന്നാൽ മീൻ കാണുന്ന ഫോർമുല എക്സ് ബാർ സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ, വേർ ക്യാപിറ്റൽ എൻ സിഗ്മ എഫ്. വേരിയൻസ് നൊട്ടേഷൻ സിഗ്മ സ്ക്വയർ, ഇതാണ് വേരിയൻസിന്റെ നൊട്ടേഷൻ. കാണുന്ന ഫോർമുല സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ ക്യാപിറ്റൽ എൻ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. ഇവന്റെ റൂട്ട് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് വേരിയൻസ്. ഇതാണ് സയൻസ് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത്. കൊമേഴ്സ് വിദ്യാർത്ഥികൾ ഇതുകൂടെ പഠിച്ചിരിക്കുക. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ കാണുന്ന ഫോർമുല സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. ഫോക്കസ് ഏരിയ ക്ലാസ്സുകളിൽ ഇത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം മസ്റ്റായിട്ട് ചെയ്ത് പഠിക്കുക. സയൻസ് വിദ്യാർത്ഥികൾ വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ അത്രയും മതി. കൊമേഴ്സ് വിദ്യാർത്ഥികളാണ് ഇതുകൂടെ പഠിക്കേണ്ടത്. ഇത് ഫോർ ഗ്രൂപ്പ്ഡ് ഡാറ്റ. നെക്സ്റ്റ് ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒബ്സർവേഷൻസ് മാത്രം തന്നിരിക്കും. 2, 3, 5, 7, 8 ഇതിൻ്റെ മീൻ കാണുക. അങ്ങനെ ചോദിച്ചാൽ മീൻ കാണുന്ന ഫോർമുല സിഗ്മ എക്സ് ബൈ എൻ. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. വേരിയൻസ് കാണുന്ന ഫോർമുല സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. ഇത് സയൻസ് വിദ്യാർത്ഥികൾ പഠിക്കുക. താഴോട്ടുള്ളത് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കുള്ളതാണ്. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ കാണുന്ന ഫോർമുല സിഗ്മ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ബൈ എൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് വേരിയൻസ്. ഇത് ഫോക്കസ് ഏരിയയിലുള്ളതല്ല,
പഠിച്ചാൽ കൊള്ളാം. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാണുന്ന ഫോർമുല സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ എക്സ് ബാർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 6 മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. മസ്റ്റായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 16 പ്രോബബിലിറ്റി, ലാസ്റ്റ് ചാപ്റ്റർ. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എ കാണുന്ന ഫോർമുല n ഓഫ് എ ബൈ n ഓഫ് എസ്, നമ്പർ ഓഫ് കേസസ് ഫേവറബിൾ ടു എ ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോസിബിൾ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കംസ്. പി ഓഫ് എ, പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എ കാണുന്ന ഫോർമുല n ഓഫ് എ ബൈ n ഓഫ് എസ് പഠിക്കുക. പ്രോബബിലിറ്റിയുടെ വാല്യൂ ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ 0 and 1. പ്രോബബിലിറ്റി കനോട്ട് ബി നെഗറ്റീവ്, കനോട്ട് ബി ഗ്രേറ്റർ ദാൻ 1. പ്രോബബിലിറ്റി ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല, ഒന്നിനേക്കാളും വലുതും വരത്തില്ല. അതാണ് ഈ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് നൾ സെറ്റ് ദാറ്റ് ഈസ് 0. പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് ദാറ്റ് ഈസ് 1. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക, അത്രമാത്രം. വളരെ ഇമ്പോർട്ടൻറ്റ്. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് നോട്ട് ആൻ ഇവന്റ് എ, അതാണ് പി ഓഫ് എ കോംപ്ലിമെന്റ്. അത് കാണുന്ന ഫോർമുല 1 മൈനസ് പി ഓഫ് എ. നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ യൂണിയൻ ബി, അത് കാണുന്ന ഫോർമുല പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല. പി ഓഫ് എ ആൻഡ് ബി, ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണുന്ന ഫോർമുല പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. യൂണിയൻ വന്നാൽ ഇവിടെ ഇന്റർസെക്ഷൻ വരും, ഇവിടെ ഇന്റർസെക്ഷൻ വന്നാൽ അവസാനം യൂണിയൻ വരും, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് നോട്ട് ബി, അതിൻ്റെ മാത്തമെറ്റിക്കൽ ഫോം എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ ഉണ്ട് ബി ഇല്ല, അതിൻ്റെ പ്രോബബിലിറ്റി കാണുന്ന ഫോർമുല probability of A minus probability of A intersection B. Probability of A intersection B complement equal to probability of A minus probability of A intersection B. Formula number 5, 6, 7, 8. Very 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 important. ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെതോ 4 മാർക്കിൻ്റെതോ പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? മാത്തമെറ്റിക്കൽ ഫോം പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. നോട്ട് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്റ്, ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ, ഓർ എന്ന് പറഞ്ഞാൽ യൂണിയൻ. ഈ ഒരു മാത്തമെറ്റിക്കൽ ഫോംസ് കൂടെ അറിഞ്ഞിരിക്കണം. ഒപ്പം ഫോർമുല മറക്കരുത് 5, 6, 7, 8. ഇതിനകത്ത് നിന്ന് 6 മാർക്സിൻ്റെ ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മിക്കവാറും ഈ ഫോർമുലാസ് യൂസ് ചെയ്ത് ചെയ്യാനുള്ളതായിരിക്കും. സോ മസ്റ്റായിട്ട് പഠിക്കുക. സോ കഴിഞ്ഞ ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 50 മിനിറ്റ് കൊണ്ട് 16 ചാപ്റ്ററിലെയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസും കീ പോയിന്റ്സും എക്സാമിനേഷന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് റിവിഷന് തൊട്ട് മുന്നേ നിങ്ങൾ കണ്ട് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇനി ഓരോ ചാപ്റ്ററായിട്ട് 1 by 1 ആയിട്ട് മനസ്സിലാക്കി പഠിക്കൂ. എക്സാമിനേഷന് മികച്ച വിജയം തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഫോർമുലാസ് മാത്രം പഠിച്ചാൽ ഈ ഒരു ക്ലാസ്സിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മിനിമം 18 മാർക്ക് വരെ കിട്ടും, യാതൊരു സംശയവുമില്ല. സോ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.